പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ ഹൈക്കോടതിയിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തിയിരിക്കുന്നു സർക്കാർ. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനെയും ഒപ്പം തന്നെ KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഏറെ നാളുകളായി പെൻഡിങ്ങിൽ നിൽക്കുന്ന തീരുമാനമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. കാരണം പൊളിറ്റിക്കലി INTUCയുടെ സംസ്ഥാന പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ ഇല്ല എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഇതിൽ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. കോടതിയുടെ വളരെ വിമർശനത്തിന് കൂടി ഇടവച്ച കാര്യമാണ്. വർഷങ്ങളായുള്ള നിയമ നീക്കങ്ങൾക്കൊടുവിലാണ് ഇതിപ്പോൾ അന്വേഷണം ഉണ്ടാവുന്നത് എന്നതാണ്. ഏകദേശം 2 പതിറ്റാണ്ടിന് പിന്നിലാണ് ഈ കേസിൻ്റെ തുടക്കം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. CBIയുടെ ആവശ്യത്തിന് 5 വർഷത്തിന് ശേഷമാണ് ഈ സർക്കാരിൻ്റെ തീരുമാനമുണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ പോലും ഈ തീരുമാനം വൈകിച്ചു എന്നതാണ് പൊളിറ്റിക്കലി വലിയ ആക്ഷേപം നേരിട്ട വിഷയം കൂടിയാണ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണ്. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി സംബന്ധിച്ച് പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നൽകുമ്പോൾ എന്താണ് ഹൈക്കോടതിയിൽ സംഭവിക്കുന്നത്? സർക്കാരിൻ്റെ നിലപാടെന്തായിരുന്നു? സജിത്ത്, ഈ ചന്ദ്രശേഖരന് കുരുക്കാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിചാരണയ്ക്കുള്ള അനുമതി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സർക്കാർ ഹാജരാക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കേസ് വീണ്ടും ബുധനാഴ്ചയാണ് പരിഗണിക്കുക. എന്തായാലും സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 2 പതിറ്റാണ്ട് നീണ്ട 18 വർഷത്തോളം നീണ്ട ഒരു കേസാണിത്. കശുവണ്ടി വികസന കോർപ്പറേഷന്റെ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് ആർ ചന്ദ്രശേഖരനെ ഇപ്പോൾ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ വിചാരണാനുമതി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ബുധനാഴ്ചയാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. ആർ ചന്ദ്രശേഖരൻ വിചാരണ നേരിടണമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് കേസുമായി ബന്ധപ്പെട്ട്. അതേസമയം തന്നെ ഈ 18 വർഷത്തോളം നീണ്ടിട്ടുള്ള, അതായത് 5ഓളം അന്വേഷണ റിപ്പോർട്ടുകൾ, 5ഓളം സമിതികൾ അന്വേഷിച്ച കേസുകൾ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും സംസ്ഥാന വിജിലൻസും CBI ഈ കേസിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് ആർ ചന്ദ്രശേഖരനെ കൂട്ടിക്കാവുന്ന തരത്തിൽ തന്നെയാണ്. അത് എന്തായാലും വിചാരണ നേരിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വിചാരണ അനുമതി സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. സജിത്ത്, പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടാവുന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതോടുകൂടി ആർ ചന്ദ്രശേഖരന് വലിയ രാഷ്ട്രീയ കുരുക്കാവുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. INTUC എന്ന കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന വ്യക്തിയാണ് ഇത്തരമൊരു ഗുരുതരമായ അന്വേഷണത്തിലേക്ക് പോകുന്നത്. നമുക്ക് ഈ കേസിൻ്റെ പശ്ചാത്തലം കൂടി നോക്കാം. 2006 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ നടന്ന ചില അഴിമതികളാണ് ഈ തുറന്നു കാട്ടപ്പെട്ടത്. അന്ന് വിദേശത്ത് നിന്നും അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ കോടികളുടെ അഴിമതി നടന്നു എന്നതാണ് CBI പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. CBI ഇതിലേക്ക് വരുന്നത് വിവിധ ഘട്ടങ്ങൾ പിന്നിട്ട ശേഷമാണ്. ഒടുവിൽ അന്നത്തെ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു ആർ ചന്ദ്രശേഖരൻ. ഒപ്പം തന്നെ അന്നത്തെ മുൻ MD ആയിരുന്നു KA രതീഷ്. ഇവർ 2 പേർക്കും വലിയ സ്വാധീനം പിന്നീടുണ്ടായ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മേലുണ്ടാവുന്നു. അങ്ങനെ UDF സർക്കാരുകൾ, പിന്നീട് വന്ന ഇടതു സർക്കാരുകളെയൊക്കെ സ്വാധീനിച്ച് ഈ കേസിൽ നിന്ന് മാറി മാറി നിൽക്കുന്നു എന്നതാണ് പിന്നീട് കണ്ടത്. ആ രീതിയിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത്. ഒടുവിൽ കോടതിയുടെ നിശിതമായ വിമർശനമുണ്ടായി. വിവിധ ഏജൻസികൾ ഇത് സംബന്ധിച്ച അഴിമതി നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തൽ ആദ്യം തന്നെ നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്തെ നിയമസഭാ സമിതി, സംസ്ഥാന ധനകാര്യ വകുപ്പ്, സംസ്ഥാന വ്യവസായ വകുപ്പ്, ഒപ്പം C&AG, റിയാബ്, ഒടുവിൽ ഹൈക്കോടതി നിയമിച്ച എക്സ്പെർട്ട് കമ്മിറ്റി, ഈ ഏജൻസികളെല്ലാം ഇതിൽ വലിയ അഴിമതി നടന്നു എന്ന് കണ്ടെത്തുന്നു. ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ സംസ്ഥാന വിജിലൻസും സമാനമായ അഴിമതി കണ്ടെത്തുന്നു. ഒടുവിൽ അത് CBIയുടെ അഴിമതി വിരുദ്ധ വിഭാഗം അന്വേഷണം നടത്തുന്നു. അവരും ഇതിലെ വലിയ അഴിമതി കണ്ടെത്തുന്നു എന്നതാണ് സാഹചര്യം. ഒടുവിൽ ഈ അഴിമതി റിപ്പോർട്ട് കോടതിയിൽ വരുമ്പോഴും പ്രോസിക്യൂഷൻ്റെ പ്രശ്നമാണ് നിൽക്കുന്നത്. CBI 5 വർഷമായി പ്രോസിക്യൂഷൻ അനുമതി നേടി സർക്കാരിനെ സമീപിക്കുന്നു. പക്ഷേ തീരുമാനം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ഒടുവിൽ അതിനാണിപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സർക്കാരിൻ്റെ തുടർനീക്കം എന്താ എന്ന കാര്യത്തിൻ്റെ സൂചന കൂടിയായിരുന്നു. അതായത് INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ അടക്കം പങ്കെടുക്കുന്ന പരിപാടി, INTUCയുടെ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശനായിരുന്നു മുഖ്യ അതിഥി. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടകൻ. പക്ഷേ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. അദ്ദേഹം പങ്കെടുക്കുമെന്ന അറിയിപ്പുണ്ടായിരുന്നെങ്കിൽ കൂടിയും പങ്കെടുത്തില്ല. ആർ ചന്ദ്രശേഖരൻ സമയങ്ങളോളം കാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ പങ്കെടുക്കുന്നതിന് വേണ്ടി. പക്ഷേ അദ്ദേഹം അതിൽ പങ്കെടുത്തില്ല. ബോധപൂർവമായി VD സതീശൻ വിട്ടുനിന്നു, മുഖ്യമന്ത്രി വിട്ടുനിന്നു എന്നത് തന്നെയായിരുന്നു അപ്പോൾ പുറത്തു വന്ന സൂചന. മറ്റൊന്നുമല്ല, പ്രോസിക്യൂഷൻ അനുമതി പ്രോസിക്യൂട്ട് ചെയ്യാൻ പോകുന്ന, അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിയുമായി വേദി പങ്കിടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ.
അതിൻ്റെ സൂചന അപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നു. ഒടുവിൽ കേരളം ഏറെ നാളുകളായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി സംബന്ധിച്ച അന്വേഷണത്തിലേക്ക് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോവുകയാണ്. CBI പ്രോസിക്യൂഷൻ ആവശ്യത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. ഇതോടുകൂടി പ്രോസിക്യൂഷനാണ്. ഇനി വിചാരണ നേരിടണം, ബാക്കി നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി ചർച്ചകൾ ഉയരുന്നത് R ചന്ദ്രശേഖരനെതിരായ നീക്കങ്ങളാണ്. രാഷ്ട്രീയപരമായി കൂടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.